5, 4, 3, 2, 1, zero! Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പം നമ്മൾ ഇതാ കടയ്ക്കൽ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം തിരക്ക് ആ റോഡിലുണ്ടായിരിക്കും. പിന്നെ അമ്പലത്തിൽ തന്നെ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ട് കയറാനും വയ്യ, ഇറങ്ങാനും വയ്യ, അങ്ങനത്തെ തിരക്കെന്ന് വെച്ചാൽ അങ്ങനത്തെ തിരക്ക്. തിരുവാതിരയുടെ തലേന്നാണിത്. അപ്പം തിരുവാതിരയുടെ അന്ന് എന്തരായിരിക്കും അതൊന്ന് ആലോചിച്ചത്. അപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പൂജിക്കാൻ, ഈ തിരക്കിൽ നമുക്ക് പൂജിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ കൈനീട്ടവും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ തൊഴുവാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് നമ്മളെ കടയ്ക്കൽ ദേവി ക്ഷേത്രം. ഗൈസ്, നമ്മൾ മേളയിലോട്ട് കയറാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം മേളയ്ക്ക് നല്ല ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കണ്ണി വെച്ച് കാണുന്ന സാധനം, അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയല്ല. കണ്ണി വെച്ച് കാണുന്ന സാധനത്തിൽ കണ്ടില്ലേ ഇത്? പിന്നീട് ഒരു ദിവസം കാണാം. അമ്മ ഇങ്ങോട്ട് വന്നിട്ടേ കാണാം. മൊത്തം ചെരുപ്പടയാണ്. പിന്നെ ബാഗിൻ്റെ സെക്ഷൻസ് തുടങ്ങി. കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നു. ഭയങ്കര ചെറുതല്ലേ? ഇത് നമുക്ക് ജസ്റ്റ് കയറി നോക്കിയല്ലേ. രണ്ട് മാല മേടിച്ചാലേ, മാല രണ്ടെണ്ണം മേടിച്ചാലേ ഇതേപോലത്തെ നല്ല മാല ഒക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ മാലയൊക്കെ മേടിച്ച് പിന്നെ പണ്ടത്തെ പഴയകാല മുട്ടായി സെക്ഷൻ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പേ കുറേ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെന്തെന്ന് വെച്ചാൽ അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും
ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫോണാണെങ്കിൽ ഇപ്പോഴേ ഷേക്കാണ്, അപ്പം നല്ലതായിട്ട് ഷേക്കാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. മിഠായിയാണോ? വേണോ? പിന്നെ അലുവ സെക്ഷൻസ് ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന അലുവ സെക്ഷൻസ് പിന്നെ സ്നാക്സ് ഐറ്റംസ് അതൊക്കെ ഇവിടെ ഫുള്ളും സ്നാക്സ് ഐറ്റംസ് ആണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഇത് എന്തിനാണ് വിസിറ്റിംഗ് കാർഡൊക്കെ തരുന്നത്. പിന്നെ ഗ്രാമ്പൂ ചുക്ക് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പം ഗ്ലാസ് സെക്ഷൻസ് ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഗ്ലാസ് സെക്ഷൻസ് അങ്ങനത്തേക്ക്. പിന്നെ ഇത്തിരി കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൊബൈലിൻ്റെ ബാക്ക് കവറ്, പിന്നെ മാറ്റ്, അതേപോലെ തന്നെ ബെഡ്ഷീറ്റ്, സോഫ ഷീറ്റ്, ദിവാങ്കോട്ട് ഷീറ്റ്, കാർ ഷീറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കളർ ബുക്ക്, അതേപോലെ അത് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേടിച്ചു പോണ രീതിയിലാണ് അവർ വിളിയൊക്കെ നല്ലത്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നടക്കുന്നത് ഞാൻ അന്നങ്ങനെ ഒന്നും മേടിച്ചില്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് മേളയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ വീട്ടിലേക്ക് പോണ വഴിയാണ്. നമ്മൾ നടന്നില്ല നമ്മൾ ലോറിയിൽ ടിപ്പറിലാണ് വന്നത്. ടിപ്പർ പൂജിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മൾ കാറിൽ വന്നേ. ഇതൊരു സ്കൂളാണ് കാണുന്നത്. സ്കൂളും അമ്പലവും കൂടെ ഒരുമിച്ചാണ്. പിന്നെ അപ്പയും വൈകിയും കൂടെ കൊണ്ടേ നടക്കുന്നത്. ഈ കാണിച്ചേക്കുന്ന ലൈറ്റ് അതെന്ന് വെച്ചാൽ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഇപ്പുറത്തായിട്ട് അമ്പലം. അങ്ങനെയാണ് അവർ നേരെ കാണിച്ചത്. ഇതില്ലേ, ഇത് ഇത്രയും സ്കൂളാണ്. ഈ ചുമപ്പ് ലൈറ്റ് തൊട്ട് ഈ പച്ച ലൈറ്റ് അതത്രയും സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഇതില്ലേ, അതെന്ന് വെച്ചാൽ അമ്പലവും ഈ മഞ്ഞ ലൈറ്റ് തൊട്ട് അങ്ങറ്റം വരെ പിങ്ക് ലൈറ്റ് അതുവരെ അമ്പലവും. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ കയറിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും സ്ഥലമില്ലായിരുന്നു. അമ്പലത്തിൻ്റെ അങ്ങ് വന്നപ്പോഴത്തേക്കും സ്ഥലമില്ല. അങ്ങനെ ഗാഗോയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഗാഗോയിലും എന്നാൽ ഒട്ടും സ്ഥലമില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇടവഴിയുണ്ട്. ആ ഇടവഴി കൂടെ സ്കൂളിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ നേരെ നടക്കുവാണ് അപ്പം ചെയ്തത്.
പിന്നെ ഇതെൻ്റെ വീട്ടിലോട്ട് പോണ വഴിയാണേ. ഇങ്ങോട്ടൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊക്കെ ലൈറ്റ് ഈ പ്രാവശ്യം കുറച്ചേക്കും. ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇതില്ലേ, അതൊരു അമ്പലമാണ്. പേരൂട്ടുകാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ വഴി ബൈ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.